പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയെക്കുറിച്ചാണ്. ഇതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞാലേ എന്ത് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചേക്കാം. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടല്ലോ, വഴിത്തിരിവല്ല, ഇതൊക്കെ ആദ്യമുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞ മറുപടി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭ MP അബ്ദുൾ വഹാബ് ഒരു ചോദ്യം ചോദിച്ചു PM ശ്രീയെ പറ്റി, കേരളത്തിൽ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചു. അതിന് മറുപടിയായിട്ടാണ് ഈ സഹമന്ത്രി പറഞ്ഞത്, പദ്ധതിയിൽ ചേർന്നാലും അതിന്ന് പിൻവലിക്കാൻ സാധിക്കും, വേണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് എങ്കിലും അവർ അത് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അവർ അതുമായിട്ട് മുന്നോട്ട് പോയില്ല, സ്കൂളുകൾ തിരഞ്ഞെടുത്തിലൊന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് അത് ഇല്ലാതെയായി. അവർക്കാണെങ്കിൽ PM ശ്രീ ഫണ്ടിൽ ഒരു നയാ പൈസയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇവരാകെ ജള്ളിതയിലാണ്, ഈ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും. നുണ പറയുന്ന സതീശനും അദ്ദേഹത്തിൻ്റെ നുണയുടെ എന്താ പറയുക, തൊപ്പിയിലൊരു തൂവൽ കൂടി വന്നു എന്ന് അർത്ഥം. എന്താണ് അദ്ദേഹമൊക്കെ പറഞ്ഞത്? ഈ PM ശ്രീ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒപ്പിട്ട് പോയി, സർക്കാർ ഒപ്പിട്ട് പോയി. ഇനി അതിലൊരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് VD സതീശൻ എന്ന നുണ രാജാവ് പറഞ്ഞത് അല്ലേ? പക്ഷേ അന്നും ഇടതുപക്ഷ മുന്നണി പറഞ്ഞിട്ടുണ്ട് അത് പിൻവലിക്കാൻ സാധിക്കും, ഞങ്ങൾ മരവിപ്പിച്ചതാണ്, അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. പക്ഷേ ഇവരുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇവർക്ക് എന്ത് കാവ്യവൽക്കരണം? ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഹിമാചൽ പ്രദേശ്, കർണാടകം, എല്ലായിടത്തും തന്നെ ഇവരുടെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ ഒപ്പിടുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? പക്ഷേ ഇവിടുത്തെ മുസ്ലിം ലീഗാണ് പ്രശ്നം. മുസ്ലിം ലീഗ് അത് ആദ്യം പറഞ്ഞു പോയി, ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും, കീറി എറിയും എന്നൊക്കെ പറഞ്ഞു. വലിയ വീരവാദം മുഴക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ്. അന്ന് അത് പറയേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം മട്ടുമാറി, പറഞ്ഞതൊക്കെ വിഴുങ്ങി. അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് അവരുടെ മനസ്സിലിപ്പോൾ ഞാൻ കാണുകയാണ്. അത് അവർ പറഞ്ഞിട്ടല്ല, അവരുടെ മനസ്സിലിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവർ പറയുന്നത്, ഈ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളെ സാധാരണക്കാരായ മതവികാര ജീവികളുണ്ടല്ലോ, മുസ്ലിം ലീഗിലെ, അവരൊന്ന് തൃപ്തിപ്പെടുത്തുവാനും പ്രീതിപ്പെടുത്തുവാനാണ് ഞങ്ങൾ പറഞ്ഞത് അറബിക്കടലിൽ എറിയും വലിച്ചെറിയും എന്നൊക്കെ. അധികാരം കിട്ടിയപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല, നമുക്കവിടെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. എന്താണ് പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഈ കാവ്യവൽക്കരണം എന്ന് പറയാൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഹിന്ദുക്കളെ പുരാണങ്ങളെ പറ്റി, ദൈവങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നില്ലേ സ്കൂളിൽ? അത്രയേ ഉള്ളൂ. പിന്നെന്താ വെച്ചാൽ ഗണപതീൻ്റെ തല പറയുന്നത് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഒരു പഠിപ്പിച്ചോട്ടെ, അതുകൊണ്ട് എന്താ കുഴപ്പം? അതാണ് കാവ്യവൽക്കരണം എന്ന് ഈ ഇടതുപക്ഷക്കാർ പറയുന്നത്. അതിലെന്തൊരു ഒരു കുഴപ്പമില്ല. നമ്മളെ മദ്രസയിലൊക്കെ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എന്നിട്ട് എന്താ അതുപോലെയാണ് അപ്പം ആൾക്കാർ ജീവിക്കുന്നത്? അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെന്താ വെച്ചാൽ ഇവർ ഈ പഠിച്ചു വരുന്ന കുട്ടികളെ മാത്രം, നമ്മളെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പ്രത്യേകം വിളിച്ചിരുത്തി അതൊക്കെ വെറും തെറ്റാണ്, വിഡ്ഢിത്താണെന്ന് പഠിപ്പിക്കണം നമ്മൾ. അത്രയേ ഉള്ളൂ. നമുക്കാണെന്ന് വെച്ചെങ്കിൽ പൈസ കിട്ടും, PM ശ്രീ ഫണ്ടിൽ കോടിക്കണക്കിന് റുപ്യ കിട്ടും. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പോൾ ഖജാന കുറച്ച് പ്രശ്നത്തിലാണല്ലോ, അത് ശരിയാക്കും ചെയ്യുക. അതേസമയം നമ്മുടെ സമുദായത്തിന് ഗുണം കിട്ടുന്ന രീതിയിൽ ഉള്ള ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും നമുക്ക് നോക്കാം. നമ്മളെ സ്കൂളുകളിൽ, നമ്മൾ സമുദായത്തിൻ്റെ സ്കൂളുകളിൽ, മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ അത് നടപ്പാക്കണം. അപ്പോൾ നമ്മുടെ സമുദായത്തിന് ഗുണം കിട്ടും അതിൽ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് പറഞ്ഞാൽ ഈ സമുദായത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെടും. ഈ സമസ്തക്കാരെ കണ്ട് കുറേ തലക്കെട്ട് കെട്ടി നടക്കണേ, അവരേക്കാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൂ. അവരൊന്നും ഒരു പ്രശ്നമല്ല. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ മനസ്സിലിരിപ്പ്. കായ്വൽക്കരണം കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾക്ക് പൈസയും വേണം, അധികാരവും വേണം. അതുകൊണ്ട് ഇവർ ഒപ്പിടാൻ ഇവർ കുറച്ച് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. ഈ എന്താ പറയുക, സമസ്തക്കാർ കുറച്ച് കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെ അവരൊക്കെ അടക്കി നിർത്താമെന്നുള്ളതാണ് ഇവരുടെ വിചാരം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവരിത് മുന്നോട്ട് പോകും. PM ശ്രീ പദ്ധതിയായിട്ട് ഇവർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇവർക്ക് അതിനൊന്നും
ഉളുപ്പുണ്ടാവില്ല. അവരിപ്പോൾ നാണക്കേട് എന്നൊക്കെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, നാണക്കേടിലായി. ഒരു നാണക്കേടില്ല അവർക്കൊരു തൊലിക്കട്ടി വളരെ കൂടുതലാണ്. അവർക്ക് അധികാരവും പണവും ഉണ്ട് വെച്ചെങ്കിൽ മതത്തിൻ്റെ സിദ്ധാന്തങ്ങളതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ അവിടെ അത് പോട്ടെ എന്ന് പറയുള്ളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അവസാനം എന്ന് വെച്ചാൽ, PM ശ്രീ പദ്ധതിയെപ്പറ്റി നമ്മൾ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് അതിന് എതിർക്കുന്നുണ്ടെങ്കിലും ഇവർക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്നും അവരതുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.